എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന ഭാഗത്തെ രണ്ടാം പാർട്ട് ക്ലാസ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിൽ ലോക രാജ്യങ്ങൾക്ക് ഉപദേശം നൽകി വരുന്ന 1948 രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയാണ് IUCN. അതായത് പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിൽ ലോക രാജ്യങ്ങൾക്ക് ഉപദേശം നൽകി വരുന്ന 1948 രൂപം കൊണ്ട സംഘടനയാണ് IUCN. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന പരിസ്ഥിതി സംഘടനയാണ് IUCN. അപ്പം IUCN റെഡ് ഡാറ്റ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സംഘടന കൂടിയാണ്. ഏതുതരം ജീവികളുടെ വിവരങ്ങളാണ് ചുവന്ന വിവരങ്ങളുടെ പുസ്തകം, അതായത് റെഡ് ഡാറ്റ ബുക്കിൽ പ്രതിപാദിക്കുന്നത്? വംശനാശ ഭീഷണി നേരിടുന്നവയുടെ വിവരങ്ങളാണ് റെഡ് ഡാറ്റ ബുക്കിൽ പ്രസിദ്ധീകരിക്കുന്നത്. പരിസ്ഥിതി വന്യജീവി സംരക്ഷണത്തിനായി 1961 സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന WWF. പരിസ്ഥിതി വന്യജീവി സംരക്ഷണത്തിനായി 1961 സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് ആസ്ഥാനമായി രൂപം കൊണ്ട സംഘടനയാണ് WWF. ജയന്റ് പാണ്ട ഏത് പരിസ്ഥിതി സംഘടനയുടെ മുദ്രയിൽ കാണപ്പെടുന്ന ജീവിയാണ്? WWFൻ്റെ സംഘടനയിൽ കാണപ്പെടുന്ന ജീവിയാണ് ജയന്റ് പാണ്ട. അതായത് WWF എന്ന സംഘടനയുടെ മുദ്രയിൽ കാണപ്പെടുന്ന ജീവിയാണ് ജയന്റ് പാണ്ട. ഒരു ബോട്ട് യാത്രയുടെ അനന്തരഫലമായി രൂപം കൊണ്ട ലോകപ്രസിദ്ധമായ പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻപീസ്. ഒരു ബോട്ട് യാത്രയുടെ അനന്തരഫലമായി രൂപം കൊണ്ട ലോകപ്രസിദ്ധമായ പരിസ്ഥിതി സംഘടനയാണ് ഗ്രീൻപീസ്. പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി സംഘടനയും ഗ്രീൻപീസ് ആണ്. അതായത് പരിസ്ഥിതി കമാൻഡോകൾ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി സംഘടന ഗ്രീൻപീസ് ആണ്. 1977 കെനിയയിലെ നെയ്റോബിയിൽ വങ്കാരി മാതായി രൂപം കൊടുത്ത പരിസ്ഥിതി പ്രസ്ഥാനമാണ് ഗ്രീൻ ബെൽറ്റ്. 1977 കെനിയയിലെ നെയ്റോബിയിൽ വങ്കാരി മാതായി രൂപം കൊടുത്ത പരിസ്ഥിതി പ്രസ്ഥാനമാണ് ഗ്രീൻ ബെൽറ്റ്. UNEPയുടെ ആസ്ഥാനം നെയ്റോബിയാണ്. UNEPയുടെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം ജനീവ. അപ്പോൾ ലോക കാലാവസ്ഥയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ലോക ഭക്ഷ്യ സംഘടനയുടെ ആസ്ഥാനം റോം. ലോക ഭക്ഷ്യ സംഘടനയുടെ ആസ്ഥാനം റോം. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആസ്ഥാനം ജനീവയാണ്. ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആസ്ഥാനം ജനീവയാണ്. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് റേച്ചൽ കേഴ്സൺ. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് റേച്ചൽ കേഴ്സൺ. അമേരിക്കയിൽ DDTയുടെ നിരോധനത്തിന് കാരണമായ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റേച്ചൽ കേഴ്സൺ. അപ്പം നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റേച്ചൽ കേഴ്സൺ ആണ്. അമേരിക്കയിൽ DDTയുടെ നിരോധനത്തിന് കാരണമായ പുസ്തകമാണ് നിശബ്ദ വസന്തം. ആ പുസ്തകത്തിൻ്റെ രചയിതാവ് റേച്ചൽ കേഴ്സൺ ആണ്. ലോകത്തെ ആദ്യത്തെ ആധുനിക കീടനാശിനിയായ DDT കണ്ടുപിടിച്ചത് 1939. ലോകത്തെ ആദ്യത്തെ ആധുനിക കീടനാശിനിയായ DDT കണ്ടുപിടിച്ചത് 1939. DDT കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ പോൾ ഹെർമൻ മുള്ളർ. DDT കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് പോൾ ഹെർമൻ മുള്ളർ. എൻഡോസൾഫാൻ ദുരന്തം നടന്ന ജില്ല കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരന്തം നടന്ന ജില്ലയാണ് കാസർഗോഡ്. അപ്പോൾ എൻഡോസൾഫാൻ ദുരന്തം നടന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡാണ്. അംബികാസുധൻ മങ്ങാടിൻ്റെ എൻമകജെ എന്ന പുസ്തകത്തിൻ്റെ പശ്ചാത്തലം എൻഡോസൾഫാൻ ദുരന്തമാണ്. അംബികാസുധൻ മങ്ങാടിൻ്റെ എൻമകജെ എന്ന പുസ്തകത്തിലെ പശ്ചാത്തലം എൻഡോസൾഫാൻ ദുരന്തം. നാഷണൽ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം നാഗ്പൂരാണ്. നാഷണൽ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം നാഗ്പൂർ. നാഷണൽ എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. നാഷണൽ
എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. അപ്പം ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, താങ്ക് യു.